I'm Dr. Karthik, consultant gastro and laparoscopic surgeon at Apollo Hospital and Tesla Center, Chalakudi. ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഹർണിയയെ പറ്റിയാണ്. സോ വാട്ട് ഈസ് ഹർണിയ? ഹർണിയ ബേസിക്കലി നമ്മളുടെ ബോഡിയിൽ നമ്മളുടെ മസിലിൽ എവിടെയെങ്കിലും ചെറിയൊരു ഡിഫക്റ്റ് ഉണ്ടോ, ഒരു ഹോൾ ഉണ്ടോ, ആ ഹോൾ വഴി നമ്മളുടെ വരനുള്ളിൽ സംഭവം ഒരു ഫാറ്റ് ആണെങ്കിൽ അല്ലെങ്കിൽ ചെറിയ ഭാഗം പുറത്തേക്ക് തള്ളി വരും. നമുക്ക് വളരെ കോമൺ ആയിട്ട് കാണുന്ന അസുഖമാണ്. അതിനകത്ത് നമുക്ക് കോമൺലി വയറിന്റെ പേശിയിൽ, സ്പെഷ്യലി സ്ത്രീകളാണെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് പൊക്കളുടെ അവിടെ അല്ലെങ്കിൽ ആണെങ്കിലാണെങ്കിൽ താഴെ ഈ ഏരിയയിൽ ഇൻവോൾവ് ഹർണിയ പറയും, നോർമലി കാണാറുണ്ട്. അപ്പൊ ഈ ഹർണിയയുടെ കോമൺലി നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസിൽ കാണാനുള്ള ഹർണിയസ് ആണ്. അപ്പൊ എന്താണ് ഈ ഹർണിയയുടെ സിംറ്റംസ്, എങ്ങനെ ഹർണിയ പ്രസന്റ് ചെയ്യും, ഇങ്ങനെ നമുക്ക് മനസ്സിലാവുന്ന ഹർണിയ ശരിക്കും നമുക്ക് ഹർണിയ ഉണ്ട്. ഹർണിയയുടെ ഏറ്റവും കോമൺ ഉള്ള പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ശരിക്കും കാണാൻ പറ്റും ഒരു ബൾജ്, പൊക്കളിന്റെ അവിടെ ബൾജ് ഉണ്ട്, ചുമക്കുമ്പോൾ പുറത്തേക്ക് തള്ളി വരും, ഇല്ലെങ്കിൽ സ്ട്രെയിൻ ചെയ്യുന്ന സമയത്ത് ജിമ്മിൽ പോയി അല്ലെങ്കിൽ ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുകയാണെങ്കിൽ, ബക്കറ്റ് ലിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ബൾജ് ഇവിടെ ശരിക്കും ഇവിടെ കാണാൻ പറ്റും. മാത്രമല്ല ഈ ഹർണിയ കൂടി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ കോസ്മെറ്റിക്കലി ഒരു പ്രശ്നങ്ങൾ വരും, വെച്ചാൽ ബൾജ് കൂടി വരും, തന്നെ ഉള്ളിലേക്ക് പോകില്ല. പിന്നുള്ളത് വയറിനുള്ളിൽ പ്രഷർ, വേദന സിംറ്റംസ് ഒക്കെ ഉണ്ടാവും. വെച്ചാൽ ഹെവി വെയിറ്റ് ലിഫ്റ്റിംഗ്, ഹെവി കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് വയറിനൊരു ഹെവിനെസ് ഫീൽ ചെയ്യും, ഒരു വേദന ഫീൽ ചെയ്യും, സ്പെഷ്യലി ടുവേർഡ്സ് ദ ഈവനിങ്സ്. അപ്പോൾ നമ്മൾ രാവിലെ തൊട്ട് ഒരു ജോലി ചെയ്യുകയാണ്, ബൈ ഈവനിങ് നമുക്കൊരു ഭാരം പോലെ ഫീൽ ചെയ്യാറുണ്ട്. ഇതാണ് കോമൺലി ഉള്ള സിംറ്റംസ്. അതിന്റെ കോംപ്ലിക്കേഷൻസ് കുറച്ചുണ്ട് ഹർണിയയുടെ. കോംപ്ലിക്കേഷൻ പറയുന്നത് വെച്ചാൽ നമുക്ക് ഈ ഹർണിയയുടെ ഉള്ളിൽ കയറി ഫാറ്റ് അല്ലെങ്കിൽ ചെറിയ കുടലാണെങ്കിൽ ചിലപ്പം ത്രസം വരും, അല്ലെങ്കിൽ ഉള്ളിൽ കയറി പോകാതെ സ്ഥിതിയായി പോകും. അങ്ങനെ ആണെങ്കിൽ അത് ചിലപ്പം ഒരു എമർജൻസി ആയിട്ട് പ്രസന്റ് ചെയ്യാറുണ്ട്. സിവിയർ പെയിൻ വരും, ഛർദിയും ഉണ്ടാവും. ചെറിയ കുടലിൽ ഭാഗം ത്രസായി കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജൻ കഴിക്കാതെ താഴോട്ട് പോകില്ല, അത് അവിടെ തന്നെ നിൽക്കും, പിന്നെ ആൾക്കാർ ഛർദിക്കും. അതാണ് പേരാണ് ഒബ്സ്ട്രക്ഷൻ. അങ്ങനെയാണെങ്കിൽ ഇത് ശരിക്കും ഒരു എമർജൻസി കേസാണ്, പിന്നെ നമുക്ക് എമർജൻസി ഓപ്പറേഷൻ ചെയ്യേണ്ടി വരാറുണ്ട്. സോ ഹർണിയ ശരിക്കും പറഞ്ഞാൽ സാധാ സുഖമാണ്, കുറേയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ കോംപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഹയർ ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയുള്ള കണ്ടീഷനാണ്. സോ വാട്ട് ഇസ് എ ട്രീറ്റ്മെന്റ് ഓഫ് ഹർണിയ? എങ്ങനെ നമുക്ക് ഹർണിയനെ കണ്ടുപിടിക്കാം? നമുക്ക് അതിന്റെ ഡയഗ്നോസിസ് ഇങ്ങനെയാണ്. സോ ഹർണിയ ഡയഗ്നോസിസ് ബേസിക്കലി ക്ലിനിക്കൽ ഡയഗ്നോസിസ് വെച്ചാൽ ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയാൽ ഡോക്ടർ പരിശോധിച്ച് നോക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും ഹർണിയ ഉണ്ടോ ഇല്ല. സെക്കൻഡ് ലൈൻ ഇസ് അൾട്രാസൗണ്ട് സ്കാൻ ഉണ്ടാവും. വയറിന്റെ സ്കാനൊക്കെ ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ശരിക്കും എവിടെയാണ് ഡിഫക്ട്, ഹർണിയ എത്രത്തോളം ഉണ്ട്, എത്ര സൈസ് ഉണ്ട് ഡിഫക്റ്റ് ഉണ്ട്, ഹർണിയയുടെ കണ്ടന്റ് അഥവാ ഹർണിയയുടെ ഉള്ളിൽ ശരിക്കും ഫാറ്റ് മാത്രമേ ഉള്ളൂ, ചെറിയ കുടലാണോ വൻകുടലാണോ നമുക്കെല്ലാം അറിയാൻ പറ്റും. പിന്നെ ഉള്ളത് കോംപ്ലിക്കേറ്റഡ് ഹർണിയ ആണെങ്കിൽ, സപ്പോസ് വലിയ ഹർണിയ ഉണ്ട്, കുറെ വർഷങ്ങളായിട്ടുള്ള ഹർണിയ ഉണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി CT സ്കാൻ ചെയ്യാറുണ്ട്. CT സ്കാൻ നമുക്ക് എല്ലാം കൃത്യമായിട്ട് കാണാൻ പറ്റും. ഈ പേശി എവിടെയാണ്, അത് എത്ര ഡിഫക്റ്റ് ഉണ്ട്, സൈസ് എത്രയാണ്, ശരിക്കും എന്താണ് കണ്ടന്റ് ഹർണിയയുടെ. അതുപോലെ നമുക്ക് ഒരു ഓപ്പറേഷൻ കേസ് ആണെങ്കിൽ നമുക്ക് ശരിക്കും ഇത് പ്ലാൻ ചെയ്യാൻ പറ്റും. ഇങ്ങനെ ഓപ്പറേഷൻ നമുക്ക് ഇതിനകത്ത് സാധിക്കും. നമുക്ക് കീ ഹോൾ ഓപ്പറേഷൻ പറ്റുമോ അല്ലെങ്കിൽ ഓപ്പൺ സർജറി ചെയ്യണോ, എങ്ങനെയാണ് അത് നമുക്ക് തീരുമാനിക്കാൻ പറ്റും. സോ വാട്ട് ഈസ് ദ നെക്സ്റ്റ് ഇസ് വാട്ട് ഈസ് ദ ട്രീറ്റ്മെന്റ് ഓഫ് ഹർണിയ? അത് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഡോക്ടർ ഇതിന്റെ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഹർണിയ ഇസ് എ സർജിക്കൽ പ്രോബ്ലം. ഇതിന്റെ സർജറി അല്ലാതെ വേറെ ചികിത്സ അല്ല. ബിക്കോസ് നമുക്ക് കൺസെപ്റ്റ് മനസ്സിലാക്കണം, ഇത് ഹർണിയ ഒരു ഹോളാണ്. സപ്പോസ് നിങ്ങൾ തുണിയിൽ ഒരു ഹോൾ ഉണ്ടെങ്കിൽ നമുക്കത് സ്റ്റിച്ച് ചെയ്ത് പറ്റുള്ളൂ, അത് വേറെ എന്ത് ചെയ്താലും അത് പോകില്ല. അതേപോലെ ഹർണിയ ഒരു സർജിക്കൽ പ്രോബ്ലം ആണ്, അതിന്റെ മെഡിക്കൽ ചികിത്സ അല്ല. സോ അതിന്റെ ട്രീറ്റ്മെന്റ് ഇസ് നമുക്ക് ഉള്ളിൽ പോയിട്ട് എവിടെ ഹർണിയ കണ്ടുപിടിച്ച് അത് സ്റ്റിച്ച് ചെയ്യണം. മാത്രമല്ല ആ സ്റ്റിച്ച് നമുക്ക് കുറച്ചുകൂടെ റീഇൻഫോഴ്സ് ചെയ്യണം, കുറച്ച് ബലം കെട്ടാൻ വേണ്ടി ഒരു നെറ്റ് നമ്മൾ വെക്കാറുണ്ട്, മെഷ് പറയും, ആ മെഷ് നമുക്ക് അവിടെ വെക്കണം. ഹർണിയ ട്രീറ്റ് ചെയ്യാനുള്ള വേറെ പല രീതികളുണ്ട്. അതിനകത്ത് ഏറ്റവും കോമൺലി ഏറ്റവും എഫക്റ്റീവ് ഉള്ള രീതി ഇപ്പം കീ ഹോൾ സർജറി അല്ലെങ്കിൽ റോബോട്ടിക് സർജറിയാണ്. ഞാൻ കീ ഹോൾ റോബോട്ടിക് ശസ്ത്രക്രിയ ചെയ്യുന്ന ഡോക്ടറാണ്. അപ്പം നമ്മൾ സ്ഥിരമായിട്ട് അങ്ങനെ സർജറി ചെയ്യാറുണ്ട്. അത് വളരെ കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് 24 hours പേഷ്യന്റ് വീട്ടിൽ വിടാൻ പറ്റും. പെയിൻ കോംപ്ലിക്കേഷൻസ് വളരെ കുറവാണ്. സോ ഹർണിയ ശരിക്കും പറഞ്ഞാൽ വളരെ കോമൺ ആയിട്ടുള്ള അസുഖം ആയതുകൊണ്ട് ആൾക്കാർ അങ്ങനെ ഇഗ്നോർ ചെയ്യാറുണ്ട്. നിങ്ങൾ ഡോക്ടറെ അടുത്ത് പോയാൽ ചിലപ്പോൾ ഡോക്ടർ പറയുന്നത് വളരെ സിമ്പിൾ ഹർണിയാണെന്ന് ചെയ്യേണ്ട, നോക്കാം. പക്ഷെ കറക്റ്റ് സമയത്ത് ചികിത്സ എടുത്താൽ അതിന്റെ നല്ല റിസൾട്ട് കിട്ടുള്ളൂ. പക്ഷെ കോംപ്ലിക്കേഷൻ ആയി കഴിഞ്ഞാൽ ചെറിയ അസുഖം വലിയ അസുഖമായി മാറും. പിന്നെ നമ്മളുടെ അതനുസരിച്ച് അതിന്റെ കോംപ്ലിക്കേഷൻ റിസ്ക് കൂടും, അതിന്റെ സ്റ്റേ കൂടും, കോസ്റ്റ് കൂടും. സോ എപ്പോഴെങ്കിലും ഹർണിയ അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ പ്ലീസ് ഡെഫിനറ്റ്ലി കൺസൾട്ട് യുവർ ഡോക്ടർ ആൻഡ് ഫീൽ ഫ്രീ ടു കോൺടാക്ട് us anytime. Thank you.